വാസുദേവായ. ദശകം 10 ശ്ലോക 9. വേദാൻ പുരാണ നിവകാൻ അപി സർവവേദ്യ കുർവൻ നിജ ആനന ഗണാക ചതുരാനനഃ അസൗ പുത്രേഷു തേഷു വിനിധായ സഹ സർഗവൃദ്ധിം അപ്രാപ്നുവൻ തവ പദാംബുജം ആശ്രിതഃ അഭൂത്. വേദാൻ വേദങ്ങൾ, പുരാണങ്ങൾ, നിവഹൻ ഇതിഹാസങ്ങൾ, അപി അപ്പോൾ, സർവവിദ്യ എല്ലാ വിദ്യകളും, കുർവൻ ബ്രഹ്മാവ്, നിജ തൻ്റെ, ആനന മുഖത്തു നിന്നും, ഗണാഹ കൂട്ടം, ചതുരാനനഃ നാല് മുഖമുള്ളവൻ ബ്രഹ്മാവ്, അസൗ അപ്പോൾ, പുത്രേഷു പുത്രന്മാർക്ക്, തേഷു തൻ്റെ, വിനിധായ അഭ്യസിപ്പിച്ചുകൊണ്ട്, സഹ ആ ബ്രഹ്മാവ്, സർഗവൃദ്ധിം സൃഷ്ടി അഭിവൃദ്ധി, അപ്രാപ്നുവൻ പ്രാപിക്കാത്തതിനാൽ, തവ ഭഗവാന്റെ, പദാംബുജം പാദങ്ങളാകുന്ന താമര, ആശ്രിതഃ ശരണം, അഭൂത് പ്രാപിച്ചു. അപ്പോൾ ഈ 10ാമത്തെ ദശകത്തിൽ നമ്മൾ ഈ ബ്രഹ്മാവിന്റെ സൃഷ്ടിഭേദങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് ആ ബ്രഹ്മാവ് ഭഗവാൻ പ്രേരണ മൂലം പല പല വലിയ മഹത്തുക്കളായ സൃഷ്ടികൾ നടത്തി. അതായത് സപ്ത ഋഷികളാകട്ടെ, വസിഷ്ഠരാകട്ടെ, ദക്ഷരാകട്ടെ, അതുപോലെ ശ്രീനാരദരാകട്ടെ, ധർമ്മദേവൻ, അങ്ങനെ കർദമ പ്രജാപതി, അങ്ങനെ എല്ലാരെയും സൃഷ്ടിച്ചതിന് ശേഷം ആ വിദ്യകളുടെയൊക്കെ അധിപതിയായ സരസ്വതീ ദേവിയെ സൃഷ്ടിച്ചപ്പോൾ, തൻ്റെ ബുദ്ധിക്ക് പരവശനായി തീർന്നപ്പോൾ, ആ ഭഗവാന്റെ ആ പ്രേരണ മൂലം ബ്രഹ്മാവിൻ്റെ മക്കളിൽ നിന്നും ആ ഒരു ജ്ഞാനമുണ്ടായി. അതിൽ നിന്നും, ആ വികാരത്തിൽ നിന്നും പിന്മാറുകയും അതിനുശേഷം ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ ഭഗവാന്റെ ആ മുഖത്തു നിന്നും ബ്രഹ്മാവ് നേടിയെടുത്ത എല്ലാവിധ ജ്ഞാനങ്ങൾ, അത് എല്ലാം ആ ബ്രഹ്മാവ് തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നും വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാവിധ വിദ്യകളും ആ 4 മുഖത്തോടു കൂടിയ ബ്രഹ്മാവ് തൻ്റെ പുത്രന്മാർക്ക് അഭ്യസിപ്പിച്ചു കൊടുത്തു. അത് മാത്രമല്ല, സൃഷ്ടിയിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ വേണ്ടി ആ ഭഗവാന്റെ പാദസ്മരണ ചെയ്യുന്നതിലും ബ്രഹ്മാവ് മക്കളോട് അങ്ങനെ പറയുകയും ചെയ്തു. അതിനനുസരിച്ച് അവരെല്ലാം ഭഗവാന്റെ പാദങ്ങളാകുന്ന താമരയെ ശരണം പ്രാപിക്കുകയും ചെയ്തു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ വിശദീകരണം. വേദാൻ പുരാണ നിബകാനഭി സർവവിദ്യാഃ കുർവൻ നിജാനന ഗണാ ചതുരാനനോസൗ പുത്രേഷു തേഷു വിനിധായ സസർഗവൃദ്ധിം അപ്രാപ്നുവം സ്തവ പദാംബുജമാശ്രിതോഭൂത്. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. താങ്ക് യു.